നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺലെസ് എന്നുള്ള വേർഡിനെ പറ്റിയാണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. അൺലെസ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ കൺജക്ഷനാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില കാരണങ്ങൾ ചേർത്തല്ലേ നമ്മൾ പറയുന്നത്. ചിലത് അതായത് ഇന്നതുപോലെ നടന്നാലേ ഇത് സംഭവിക്കൂ എന്ന് നമ്മൾ പറയാറില്ലേ. അങ്ങനെയുള്ള സെൻറ്റൻസുകളിലാണ് നമ്മൾ അൺലെസ് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് അങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. അതേപോലെ തന്നെ അൺലെസ് സെൻറ്റൻസുകളുടെ ആദ്യവും സെൻറ്റൻസുകളുടെ മിഡിൽ ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്കാദ്യം അൺലെസ് സെൻറ്റൻസുകളുടെ ആദ്യം വരുന്ന കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. അതേപോലെ തന്നെ അൺലെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. സ്ഥിരമായിട്ട് നേറ്റീവ് സ്പീക്കേഴ്സ് അവരുടെ കോൺവെർസേഷനുകൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഈവൻ നമ്മൾ പോലും യൂസ് ചെയ്യാറുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വേർഡുമായിട്ടൊന്ന് പെട്ടെന്ന് അറ്റാച്ച് ആകണം. എന്താ പറയുക, ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ ഈ വേർഡൊന്ന് പതിയണം. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് പോകാം. അൺലെസ് വി ലീവ് നൗ വി വിൽ ബി ലേറ്റ്. അതായത് നമ്മളിപ്പോൾ പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആകും എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഇഫ് വി ഡോണ്ട് ലീവ് നൗ വി വിൽ ബി ലേറ്റ്. അതായത് ഇഫ് വി ഡോണ്ട് ലീവിന് പകരം ഞാൻ ഒന്നാമത്തെ സെൻറ്റൻസിൽ അൺലെസ് ചേർത്ത് ഒറ്റ വേർഡ് ചേർത്ത് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അൺലെസ് വി ലീവ് നൗ വി വിൽ ബി ലേറ്റ്. നമ്മൾ ഇപ്പോൾ പുറപ്പെട്ടില്ലെങ്കിൽ ലേറ്റ് ആകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. രണ്ട് സെൻറ്റൻസിനും ഒരേ മീനിങ് തന്നെയാണ്. ഇഫ് യു ഡോണ്ട് ലീവ് നൗ എന്നും നമുക്ക് പറയാം, അൺലെസ് വി ലീവ് നൗ എന്നും നമുക്ക് പറയാം. അപ്പോൾ രണ്ടും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അൺലെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇഫ് യു ഡോണ്ട് ലീവ് നമ്മൾ അത്രയും ലെങ്തായിട്ട് പറയുന്നതിന് പകരം കൂടുതലായിട്ട് ചാൻസ് അൺലെസ് ചേർത്ത് പറയുവാനാണ്. അപ്പോൾ അൺലെസ് നിങ്ങളതൊരു എക്സ്പീരിയൻസ് വേണം. അൺലെസ്സിൻ്റെ കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട്, പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലോട്ട് പോകാം. ഇഫ് ഇറ്റ് ഡസൻ റെയിൻ വി ക്യാൻ ഗോ ടു ബീച്ച്. അതായത് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകാം എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അത് ഞാൻ അൺലെസ് ചേർത്ത് താഴെ എഴുതിയിരിക്കുകയാണ്. അൺലെസ് ഇറ്റ് റെയിൻ വി ക്യാൻ ഗോ ടു ബീച്ച്. മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകാം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അൺലെസ്സിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇഫ് ഇറ്റ് ഡസൻ റെയിൻ നമ്മൾ ആ ഒരു ആശയത്തെ നമ്മൾ ഒറ്റ വേർഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അൺലെസ് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അൺലെസ് ഇറ്റ് റെയിൻ വി ക്യാൻ ഗോ ടു ദ ബീച്ച്. മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകാം എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. അൺലെസ് ദ ഗവൺമെൻറ് ചേഞ്ച് ഇറ്റ്സ് പോളിസി ദ എക്കണോമിക് സിറ്റുവേഷൻ വിൽ ഗെറ്റ് വേഴ്സ്. അതായത് ഗവൺമെൻറ് അവരുടെ പോളിസി, അതായത് അവരുടെ നയങ്ങൾ മാറ്റിയില്ലെങ്കിൽ ദ എക്കണോമിക് സിറ്റുവേഷൻ വിൽ ഗെറ്റ് വേഴ്സ്. സാമ്പത്തിക സ്ഥിതി വളരെ മോശമാക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഗവൺമെൻറ് അവരുടെ പോളിസി മാറ്റിയില്ലെങ്കിൽ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അൺലെസ് ചേർത്തിരിക്കുന്നത്. മനസ്സിലായി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഇഫ് ദ വെദർ ഡസൻ ഇംപ്രൂവ് വി വിൽ ഹാവ് ടു ക്യാൻസൽ ദ ഗെയിം. അതായത് കാലാവസ്ഥ ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ, മെച്ചപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഗെയിം ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുള്ളൊരു സെൻറ്റൻസാണ്. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. അൺലെസ് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. അൺലെസ് ദ വെദർ ഇംപ്രൂവ് വി വിൽ ഹാവ് ടു ക്യാൻസൽ ദ ഗെയിം. അതായത് സെയിം മീനിങ് തന്നെയാണ്. കാലാവസ്ഥ മെച്ചപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഗെയിം ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ അൺലെസ്സിൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അൺലെസ് മിഡിലിൽ വരുന്ന കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. അൺലെസ്സുമായിട്ട് നിങ്ങൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിടികിട്ടണം അൺലെസ്സിൻ്റെ ആശയം എന്താണെന്ന്. അൺലെസ് നമ്മൾ ചേർത്ത് സംസാരിക്കാൻ വളരെ പെട്ടെന്നായിരിക്കും നമ്മൾ കോൺവെർസേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് അറ്റാച്ച് ആയിട്ട് വരണം അൺലെസ്സുമായിട്ട്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഇഫ് യു ആർ വിയറിങ് എ മാസ്ക് യു കാൻ ഗോ ഇൻ ടു ദ സ്റ്റോർ. അതായത് നിങ്ങൾ മാസ്ക് ധരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിനുള്ളിൽ അല്ലെങ്കിൽ കടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതേ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. അൺലെസ് ഞാൻ മിഡിലാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. യു കാൻ ഗോ ഇൻ ടു ദ സ്റ്റോർ അൺലെസ് യു ആർ വിയറിങ് എ മാസ്ക്. നിങ്ങൾക്ക് മാസ്ക് ധരിക്കാതെ കടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള സെയിം സെൻറ്റൻസ് തന്നെയാണ്. ഇഫ് യു ആർ വിയറിങ് എ മാസ്കിന് പകരം അവിടെ അൺലെസ് നമ്മൾ ചേർത്തിരിക്കുകയാണ്. അൺലെസ് ആ ഒറ്റ വേർഡ് കൊണ്ട് ആ ആശയം കൊടുത്തിരിക്കുകയാണ്. യു കാൻ ഗോ ഇൻ ടു ദ സ്റ്റോർ അൺലെസ് യു ആർ വിയറിങ് എ മാസ്ക്. അതായത് നിങ്ങൾക്ക് മാസ്ക് ധരിക്കാതെ കടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ അൺലെസ്സിൻ്റെ ആശയം അവിടെ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. മാസ്ക് ധരിക്കാതെ അല്ലെങ്കിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അൺലെസ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. I don't want to travel that far unless I can take a
ടേക്ക് എ ട്രെയിൻ ഓർ എ ബസ്. അതായത് ട്രെയിനോ ബസ്സിലോ അല്ലാതെ എനിക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ട്രെയിനിലോ ബസ്സിലോ അല്ലാതെ എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അൺലെസ് ചേർത്തിരിക്കുന്നത്. ആശയം പിടികിട്ടി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഡോണ്ട് കാൾ ദ പോലീസ് അൺലെസ് ഇറ്റ്സ് ആൻ എമർജൻസി. എമർജൻസി അല്ലാതെ അല്ലെങ്കിൽ എമർജൻസി ഇല്ലെങ്കിൽ ഡോണ്ട് കാൾ ദ പോലീസ്. എമർജൻസി അല്ലാതെ പോലീസിനെ വിളിക്കരുത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഡോണ്ട് ബോദർ മീ അൺലെസ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എന്നെ ബോദർ ചെയ്യരുത്. ബോദറിൻ്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണെന്ന് ആശയം? ശല്യപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക, വിഷമിപ്പിക്കുക, ദുഃഖിപ്പിക്കുക എന്നൊക്കെ ഒരാശയമാണ് ബോദറിനുള്ളത്. ഇവിടെ വന്നിരിക്കുന്നത് ഡോണ്ട് ബോദർ മീ അൺലെസ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നെ ശല്യപ്പെടുത്തരുത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ബുദ്ധിമുട്ടിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ അൺലെസ് ചേർത്തിരിക്കുന്ന ആ കണ്ടീഷനാണ്. നമ്മൾ ആദ്യം ആ സെൻറ്റൻസിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷനാണ്. ഞാൻ എല്ലാ സെൻറ്റൻസിലും എല്ലാ സെൻറ്റൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാം കണ്ടീഷനാണ്. അൺലെസ് ചേർത്ത് നമ്മളൊരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ, അതായത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ, നോ പ്രോബ്ലം, ബോധർ ചെയ്യിപ്പിക്കാം. പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഷീ കാൺ ഗെറ്റ് ഓൺ ദ പ്ലെയിൻ അൺലെസ് ഷീ ഹാസ് എ ടിക്കറ്റ്. അവർക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ വിമാനത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അൺലെസ് ചേർത്തിരിക്കുന്നത്. പിടികിട്ടി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഷീ വോണ്ട് ഗോ അൺലെസ് യു ഗോ. നീ പോയില്ലെങ്കിൽ അവളും പോകില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ നീ പോയില്ലെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ അൺലെസ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഹീ വോണ്ട് ഗോ ടു സ്ലീപ്പ് അൺലെസ് യു ടെൽ ഹിം എ സ്റ്റോറി. അതായത് നീ ഒരു കഥ പറഞ്ഞു കൊടുക്കാതെ അവൻ ഉറങ്ങാൻ പോകത്തില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. യു കാൺ ഗെറ്റ് എ ജോബ് അൺലെസ് യു ഹാവ് എ എക്സ്പീരിയൻസ്. നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിനക്കൊരു ജോലി കിട്ടത്തില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. മോസ്റ്റ് വൈൽഡ് ആനിമൽ വോണ്ട് അറ്റാക്ക് അൺലെസ് ദേ ആർ പ്രൊവോക്ഡ്. അതായത് പ്രകോപിപ്പിക്കാതെ വൈൽഡ് ആനിമൽസ് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ പ്രകോപിപ്പിക്കാതെ അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചില്ലെങ്കിൽ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അൺലെസ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. യു വോണ്ട് പാസ് യുവർ എക്സാമിനേഷൻ അൺലെസ് യു സ്റ്റഡി ഹാർഡ്. നീ ശരിക്കും പഠിക്കാതെ നിനക്ക് എക്സാം പാസ്സാകാൻ കഴിയില്ല അല്ലെങ്കിൽ പാസ്സാകില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അൺലെസ് ചേർത്തിരിക്കുന്നത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ചില സമയങ്ങളിൽ നോട്ട് അൺലെസ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ആശയത്തിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഒരു കോൺവെർസേഷൻ സെൻറ്റൻസിലോട്ട് പോകാം. കോൺവെർസേഷനിലാണ് ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു കോൺവെർസേഷൻ സെൻറ്റൻസാണ്. വിൽ ദ സ്റ്റുഡൻസ് പാസ് ദ കോഴ്സ്. അതായത് രണ്ട് ടീച്ചർമാർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണമാണ്. ഒരു ടീച്ചർ വേറെ ടീച്ചറിനോട് ചോദിക്കുകയാണ്, വിൽ ദ സ്റ്റുഡൻസ് പാസ് ദ കോഴ്സ്. സ്റ്റുഡൻസ് കോഴ്സ് പാസ്സാകുമോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ മറ്റേ ടീച്ചർ പറയുകയാണ്, നോട്ട് അൺലെസ് ദേ പാസ് ദ ഫൈനൽ എക്സാം. ഫൈനൽ എക്സാം പാസ്സാകാതെ അവർ കോഴ്സ് പാസ്സാകില്ല എന്ന് പറഞ്ഞൊരു ആൻസറാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ എക്സാം പാസ്സാകാതെ എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നോട്ട് അൺലെസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അതേ ആശയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയും അൺലെസ് കാണുവാൻ സാധിക്കും. നോട്ട് അൺലെസ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ സെൻറ്റൻസുകളിലൊന്ന് നോക്കിയാൽ മതി, അതിൻ്റെ ആശയം എന്താണ്. ആ സെൻറ്റൻസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അതിൻ്റെ ആശയം. വളരെ ഈസി ആയിട്ട് പിടികിട്ടും. ഒന്ന് പ്രാക്ടീസായി വരിക. അപ്പോൾ അൺലെസ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.